ലെറ്റ്സ് ടോക്ക് പ്രോഫസി പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഡാനിയലിൻ്റെ പ്രവചന പുസ്തകമാണ് നമ്മൾ ചർച്ച ചെയ്ത് വന്നിരുന്നത്. 4ാമത്തെ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇതിൽ നമ്മൾ ഡാനിയലിൻ്റെ 7ാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്യുന്നത്. 3 എപ്പിസോഡ്സും ഇതിനെക്കുറിച്ച് തന്നെയായിരിക്കും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. നമുക്കറിയാമല്ലോ, ഇപ്പം പല മൂവീസിലും ഉൾപ്പെടെ പറയുന്നതാണ് ഈ ബീസ്റ്റ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഈ ബൈബിളിലുണ്ടെന്നും അതെന്തോ വലിയ ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ അക്കംപ്ലിഷ് ചെയ്യുമെന്നൊക്കെയാണ് പലരും പറയുന്നത്. അപ്പോൾ ഈ ബീസ്റ്റിൻ്റെ ഇമേജറി ശരിക്കും വരുന്നത് പ്രോഫറ്റിക് സ്റ്റഡിയിലും വരുന്നത് ആദ്യമായിട്ട് കാണുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഡിസ്കഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ബ്രദർ ജോണത്തൻ പ്രാർത്ഥിക്കാം. സർവ്വത്തിൽ വസിക്കുന്ന അടികളപാത്രയുടെ പിതാവേ, അടിയങ്ങൾ ഡാനിയേൽ 7 അധ്യായം പഠിക്കാൻ പോകുന്നു. പിതാവേ, ഇതിൽ ഒളിഞ്ഞെടുക്കുന്ന മർമ്മങ്ങളെ മനസ്സിലാക്കി തരാൻ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരോടുകൂടി ദൈവത്തിന് ആത്മാപ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചോദിച്ചത് കുറവാണെങ്കിലും കൂടെ നമുക്ക് നിലയ്ക്കണമെന്ന് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും യേശുനാമത്തിൽ തന്നെ. ജേക്കബ്, അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്കഷനിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു പ്രിമൈസായിട്ട്, അതായത് കുറേയൊക്കെ നമ്മൾ 2ാം അധ്യായത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണല്ലോ ഇവിടെയും ആദ്യത്തെ ഭാഗങ്ങളിലൊക്കെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ കുറേ വർഷത്തിൻ്റെ ഒരു ഗ്യാപ്പും ഉണ്ട്. 2nd ചാപ്റ്ററിലെ വിഷൻ കൊടുത്തത് നെബുക്കദ്നേസറിൻ്റെ 2ാമത്തെ ഇയറിലാണ്. അതുപോലെ തന്നെ ഇത് ബെൽഷസർ രാജാവിൻ്റെ ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ കുറേ വർഷത്തിൻ്റെ ഗ്യാപ്പിന് ശേഷം ഒരു സിമിലർ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് എത്തുന്ന 2 ഡ്രീംസ് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അതിൻ്റെയൊക്കെ പുറകിലുള്ള കാരണം എന്താണ്? ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനുമായിട്ട് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. നമ്മൾ നോക്കുമ്പോൾ നെബുക്കദ്നേസർ സ്വപ്നം കണ്ടതിന് ശേഷം ഒരു 25 വർഷങ്ങൾക്ക് ശേഷമാണ് നെബുക്കദ്നേസറിൻ്റെ കൊച്ചുമോനായ ബേൽഷസറിന് ഈ ഒരു സ്വപ്നം കാണാൻ ഇടയാവുന്നത്. അല്ലെങ്കിൽ ബേൽഷസറിൻ്റെ കാലഘട്ടത്തിൽ ദാനിയേലിന് ഈ ഒരു പ്രോഫസി കിട്ടുന്നത്. അപ്പോൾ ബേൽഷസർ എന്ന് പറയുമ്പോഴത്തേക്ക് നെബുക്കദ്നേസറിനെ പോലത്തെ ഒരാളെ അല്ല. നെബുക്കദ്നേസറിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഈ ബാബിലോണിയൻ കിങ്ഡം വീക്കറായി ഈ ബേൽഷസർ ബാബിലോൺ എന്ന് പറഞ്ഞ സിറ്റിയെ ഭരിക്കുന്ന സമയത്ത് ആക്ച്വലി കിങ്ഡം വാസ് ക്വൈറ്റ് വീക്ക്. പക്ഷെ അവർ എന്നാൽ സെക്യൂറും ആയിരുന്നു. അപ്പോൾ ദൈവത്തിന് ആ സമയം ആയപ്പോഴത്തേക്ക് എന്തായാലും ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളെ മാറ്റാനുള്ള സമയമായിട്ടുണ്ട്. കാരണം അവർ ആ നെബുക്കദ്നേസറിൻ്റെ പോലത്തെ ദൈവവിശ്വാസമൊന്നും പിന്നെ വന്നവരാരും കാത്തു പരിപാലിക്കുന്നില്ല. അപ്പോൾ ഇത് സമയമാറ്റത്തിന് അല്ലെങ്കിൽ ഒരു ഭരണമാറ്റത്തിന് സമയമായി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും അത് ദൈവത്തിൻ്റെ ജനത്തിനൊരു സർപ്രൈസ് ആയിട്ട് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ കൃത്യസമയത്ത് ഈ ഒരു പ്രോഫസീനെ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ പ്രോഫസിയിൽ കാണുന്നത് ഇങ്ങനെയാണ്. അത് 550 BC ശരിക്കും ഈ പ്രോഫസി കിട്ടുന്നത് ദാനിയേലിന്. കടലിൽ നിന്നും, അതായത് മഹാസമുദ്രം ഇങ്ങനെ കാറ്റിനാൽ ഇളക്കപ്പെടുകയും ആ സമുദ്രത്തിൽ നിന്ന് ഓരോ മൃഗങ്ങൾ കയറി വരിക. ഒന്നാമത്തത് സിംഹത്തിൻ്റെ രൂപമുള്ള ഒരു മൃഗം, വളരെ കണ്ടാൽ തന്നെ പേടിക്കുന്ന ഒരു സിംഹത്തിൻ്റെ രൂപമുള്ള ഒരു മൃഗം, 2 ചിറകുണ്ട്. അതിനുശേഷം കരടിയുടെ രൂപമുള്ള ഒരു മൃഗം. ആ കരടിയുടെ വായിൽ 3 വാരിയലുണ്ട്. എന്തിനെയോ കൊന്നു തിന്നിട്ട് ഇങ്ങനെ വരുക. അത് ഒരു സൈഡ് ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ടാണ്, പാർശ്വത്തിന് ഒരു ഭാഗം ചെരിഞ്ഞിട്ട് വരുന്നത് കൃത്യമായി പറയുന്നുണ്ട്. അതിനുശേഷം പുള്ളിപ്പുലിയുടെ സാദൃശ്യമുള്ളൊരു മൃഗം കയറി വരിക. അതിൻ്റെ പുറത്ത് 4 ചിറകുകളുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. അതുമാത്രമല്ല, അതിന് 4 തലകളുമുണ്ട്. അതിനുശേഷം ഘോരവും ഭയങ്കരമായൊരു മൃഗം കയറി വരും. അതിന് ദാനിയേലിന് പോലും കണ്ടിട്ട് എന്ത് മൃഗമാണെന്ന് പ്രത്യേകിച്ച് നമ്മൾ സാധാരണ കാണുന്ന മൃഗമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വന്നാൽ കണ്ടാൽ പേടിക്കുന്നൊരു മൃഗം. അപ്പോൾ ഘോരവും ഭയങ്കരമായ മൃഗം, ഇരുമ്പിൻ്റെ പല്ലും 10 കൊമ്പും താമ്രത്തിൻ്റെ നഖവും ഒക്കെ ഉള്ളൊരു മൃഗം. ഇതിന് ശേഷം നോക്കുമ്പോൾ ഈ 10 കൊമ്പുകളുടെ ഇടയിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ചു വരികയും ആ കൊമ്പ് വമ്പ് പറയുകയും അതിന് കണ്ണുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതിനുശേഷം പിന്നെ ദാനിയേൽ കാണുന്നത് ഇങ്ങനെ ദൈവത്തിൻ്റെ ന്യായവിസ്താരത്തെക്കുറിച്ചാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഒരു രത്ന ചുരുക്കം ഈ പ്രവചനത്തിൻ്റെ. അപ്പോൾ ഈ മൃഗങ്ങൾ ബീസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ 4ാമത്തെ മൃഗത്തെക്കുറിച്ച് പറഞ്ഞു. ഇതൊക്കെ ശരിക്കും ലിറ്ററലി വരുന്ന ഏതോ ഭയങ്കരമായ മൃഗങ്ങളാണോ? എന്താണ് ഇതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ജോണത്തൻ? നമുക്കറിയാം, പ്രവചനത്തിൽ പലപ്പോഴും സിംബോളിസം, പ്രതീകാത്മക രൂപങ്ങളിലാണ് പറയാറ്. അപ്പൊ തിരുവചനങ്ങൾ അത് എന്താകുന്നത് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. കാരണം ദാനിയേൽ 7:3 പറയുന്നു, അപ്പോൾ തമ്മിൽ ഭേദിച്ചിരുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു. ഇനി അത് എന്താകുന്നതെന്ന് അതേ അധ്യായത്തിന്റെ 17 വാക്യവും 23 വാക്യവും നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അല്ലെ 17 വാക്യം പറയുന്നത് ആ 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. അപ്പോൾ ഈ വാക്യം അപ്പൊ രാജാക്കന്മാരാണ്, അപ്പോൾ ഇത് സാമ്രാജ്യങ്ങളല്ലേ എന്നൊക്കെ സംശയം തോന്നുന്നു. പക്ഷേ ദാനിയേൽ 7:23 വായിക്കുമ്പോൾ അവൻ പറഞ്ഞതോ 4ാമത്തെ മൃഗം ഭൂമിയിൽ 4ാമത് ഉദ്ഭവിക്കാനുള്ള രാജ്യം തന്നെ. അപ്പോൾ ഉദ്ഭവിക്കാനുള്ള രാജ്യമാണെന്ന് പറയുന്നു. അപ്പൊ രാജാവ്
രാജ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ 4 വ്യത്യസ്ത മൃഗങ്ങൾ 4 രാജ്യങ്ങൾ, 4 സാമ്രാജ്യങ്ങൾ, 4 എംപയർസിനെ കാണിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ പ്രിൻസ്, നമുക്ക് നോക്കുമ്പോൾ ഈ മൃഗങ്ങൾ എന്തായാലും ലിറ്ററലല്ല, പക്ഷേ ഇപ്പോൾ 4 കാറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഒരു ഗ്രേറ്റ് സീഡകത്തു നിന്നാണ് ഈ മൃഗങ്ങൾ കയറി വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതും സിംബോളിക് ആയിരിക്കും അല്ലേ? എന്താണ് ഇത് സിംബലൈസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഈ 4 മൃഗങ്ങൾ കയറി വരുന്ന സമുദ്രത്തിൽ നിന്നാണെന്ന് നമ്മൾ കാണുന്നത്. അതിൻ്റെ സാഹചര്യം ഒരുക്കുന്നത് കാറ്റാണ്. കാറ്റ് ശക്തമായിട്ട് അടിക്കുമ്പോഴാണ് ഈ സമുദ്രത്തിൽ നിന്ന് ഈ മൃഗങ്ങൾ കയറി വരുന്നത്. ഓക്കെ. അപ്പോൾ കാറ്റെന്ന് പറയുന്നത് ബൈബിൾ പ്രോഫസി പ്രകാരം യുദ്ധങ്ങൾ, കലഹങ്ങൾ, അധിനിവേശങ്ങൾ ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് ഈ മൃഗങ്ങൾ രാഷ്ട്രങ്ങളാണെന്ന് ജോനഥൻ പറഞ്ഞു. അപ്പോൾ ഇത് ഈ രാഷ്ട്രങ്ങൾ ഉത്ഭവിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു ശക്തി പ്രകടമായി വരുന്നത് ഈ കാറ്റടിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ഈ യുദ്ധങ്ങളും ഈ അധിനിവേശങ്ങളും നമ്മൾ ദാനിയേൽ 2-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് നമ്മൾ കണ്ണോടിച്ചു. അങ്ങനെയാണ് ഇവർ കയറി വരുന്നത്. അതുപോലെ തന്നെ അവർ കയറി വരുന്ന പ്രദേശം എന്ന് പറയുന്നത് സമുദ്രത്തിൽ നിന്നാണ്. അപ്പോൾ സമുദ്രം എന്ന് പറയുന്നതിന് ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുകയാണ്, ഈ പെരുവെള്ളം എന്ന് പറയുന്നത് പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രയെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സംശയലേശമില്ലാതെ നമുക്ക് പറയാനായിട്ട് സാധിക്കും, ജനത്തിൽ നിന്നാണ് ഇവർ കയറി വന്നത്, ജനസമുദ്രത്തിൽ നിന്നാണ് ഇവർ കയറി വന്നത്. ഇവർ ഓരോ പ്രാവശ്യം പുതിയ പുതിയ നേഷൻസ് വരുന്നത് ഇതുപോലുള്ള കലഹങ്ങളിലൂടെ, അധിനിവേശങ്ങളിലൂടെയാണ് കടന്നു വരുന്നതാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ ഓക്കെ. നമ്മൾ ഡാനിയൽ 2-ൽ കണ്ട പോലെ തന്നെ സെയിം കിങ്ഡംസിനെ കുറിച്ചാണ് ഇത് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ലോഹങ്ങളായി മാറി അത് ഇപ്പോൾ ബീസ്റ്റ് ആയിട്ട് വരുന്നു. നമ്മൾ 4 ഈ മൃഗങ്ങളെക്കുറിച്ചും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറിയ ബ്രേക്ക് എടുക്കാം. ചർച്ച നമുക്ക് വീണ്ടും തുടരാം. ജേക്കബ്, അപ്പോൾ നമ്മൾ 4 മൃഗങ്ങളെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ആദ്യത്തെ മൃഗം എന്താണ്, എന്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്? അപ്പോൾ ഒരു സിംഹമാണെന്നും 2 ചിറകുണ്ടെന്നും ഒക്കെ പറഞ്ഞല്ലോ. എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? അപ്പോൾ നേരത്തെ ബ്രദർ ജോണത്തൻ പറയുകയുണ്ട്, ഈ 4 മൃഗങ്ങൾ 4 രാജ്യങ്ങളെ അല്ലെങ്കിൽ രാജാക്കന്മാരെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒന്നാമത് രാജ്യം നമുക്ക് തന്നെ അറിയാം, നെബൂഖദ്നേസറിൻ്റെ രാജ്യമായ ബാബിലോണാണ്. അപ്പോൾ ബാബിലോൺ എന്ന് പറഞ്ഞ രാജ്യത്തെയാണ് ഈ സിംഹം, 2 ചിറകുള്ള സിംഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് ഈ സിംഹത്തിന് ചിറകുള്ളതായിട്ട് എഴുതിയിരിക്കുന്നത്? അപ്പോൾ അതിനൊരു കാരണമുണ്ട്. നമ്മൾ ഹബക്കൂക്കിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വ്യക്തമായി പറയുന്നുണ്ട് ബൈബിളിൽ, ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. കൽദയർ എന്ന് പറഞ്ഞാൽ ബാബിലോണിയൻസ്. അവർ തങ്ങളുടേതേ അല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു. അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ, അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു. ഈ ഘോരവും ഭയങ്കരമായതുകൊണ്ടാണ് സിംഹത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കാം, അവരുടെ കുതിരകൾ പുള്ളിപ്പുലയേക്കാൾ വേഗതയും വൈകുന്നേരത്തെ ചെന്നായികളേക്കാൾ ഉഗ്രതയുമുള്ളവ. അവരുടെ കുതിരച്ചേവകർ ഗർവിച്ചോടിക്കുന്നു. അവരുടെ കുതിരച്ചേവകർ ദൂരത്ത് നിന്നും വരുന്നു. തിന്നുവാൻ ബന്ധപ്പെടുന്ന കഴുകനെ പോലെ അവർ പറന്നു വരുന്നു. ഈ പറന്നു വരുന്നതിനെയാണ് അവിടെ ഈ ചിറകുകൊണ്ട്. അതായത് ഇവർ ഉഗ്രവേഗതയിൽ വളരെ ക്രൂരമായിട്ട് ആക്രമിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ് ഈ വേഗതയെ സൂചിപ്പിച്ചുകൊണ്ടാണ് ചിറക്, അവരുടെ ആ സ്വഭാവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് സിംഹത്തെ കാണിക്കുന്നത്. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ ആ പ്രവചനത്തിൽ തന്നെ പറയുന്നുണ്ട് അവരുടെ ചിറകിനെ എടുത്തു കളയുന്ന വ്യക്തമായി പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പ്രവചനത്തിൽ പറയുകയാണ് ഈ ആദ്യത്തെ രാജ്യത്തിൻ്റെ ശക്തി പിൽക്കാലത്ത് കുറയും, അവരുടെ ആ എന്താണ് വേഗതയെ കുറയും. നമ്മൾ ചരിത്രം നോക്കുമ്പോൾ നെബൂഖദ്നേസറിന് ശേഷം വന്ന രാജാക്കന്മാരുടെ പേര് സാധാരണ മനുഷ്യർക്ക് അറിയത്തുപോലുമില്ല. കാരണം ഒത്തിരി വീക്ക് എംപറേഴ്സാണ് പിന്നെ വന്നത്. അപ്പോൾ അവർ നെബൂഖദ്നേസറിൻ്റെ പോലത്തെ ഈ ഫാസ്റ്റ് കോങ്കറിങ് നേച്ചറൊന്നും അവർക്കില്ല. അത് വ്യക്തമായിട്ട് പ്രവചനത്തിലും പറഞ്ഞിട്ടുണ്ട്, ചിറകെടുത്ത് പറിച്ചു കളയുന്നു. അത്രയും സിമ്പിളാണ്. ജോണത്തൻ, അപ്പോൾ ഈ ഒരു കിങ്ഡത്തിനെ കുറിച്ച് പറയുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ബി ടേക്കൺ അവേ, എടുത്തു മാറ്റുമെന്ന് പറയുന്നു. പിന്നീട് ഇത് ഒരു മനുഷ്യനെ പോലെ എഴുന്നേറ്റ് നിൽക്കുമെന്നും ഒരു മനുഷ്യൻ്റെ ഹൃദയം കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ കിങ്ഡത്തിൻ്റെ എന്ത് ആസ്പെക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്? അത് നമുക്ക് ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിർത്തി അതിന് മനുഷ്യ ഹൃദയം കൊടുത്തു. നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ പറയും നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിർത്തി. സാധാരണ സിംഹം നിൽക്കുന്നത് 4 കാലിലാണ്.
അപ്പൊ ഇത് മനുഷ്യനെ പോലെ നിൽക്കുമ്പോൾ രണ്ട് കാലം, അത് സാധാരണ സംഭവിക്കുന്ന കാര്യമല്ല. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് പറയുമ്പോൾ ഇവിടെ ഇതിന് മാനുഷ്യ ഹൃദയം കൊടുക്കുന്നു. അപ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്നില്ല എങ്കിൽ അത് പാപഭംഗിലമാണ്. അപ്പൊ അത് അപ്രകാരം ഹൃദയത്തെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ബാബിലോൺ സാമ്രാജ്യം ബെൽഷസ്സർ രാജാവിന്റെ കീഴിലാണ്. ഇത് എന്തുകൊണ്ട് ഇത് ഇപ്രകാരം പറയുന്നു അത് നമുക്ക് ഹബക്കൂക്കിന്റെ പ്രവചനം നമുക്ക് പറഞ്ഞു തരുന്നു. ഹബക്കൂക്ക് 1:11 നമ്മൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു, അന്ന് അവർ കാറ്റുപോലെ അടിച്ചു കടന്ന് അതിക്രമിച്ച് കുറ്റക്കാരനായി തീരും, സ്വന്തം ശക്തിയല്ലോ അവന് ദൈവം എന്നാണ്. മലയാളത്തിൽ വായിക്കുമ്പോൾ സ്വന്തം ശക്തിയല്ലോ അവന് ദൈവം എന്നാണ്. പക്ഷെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഇംപ്യൂട്ടിംഗ് ദിസ് ഹിസ് പവർ അൺടു ഹിസ് ഗോഡ്. അപ്പോൾ അവന്റെ മഹത്വം അവൻ ഇതെല്ലാം കിട്ടിയതിന്റെ നന്ദി അവൻ അർപ്പിക്കുന്നത് ആ ശക്തിയിൽ നൽകിയെന്ന് അവൻ പറയുന്നത് അവന്റെ ദൈവമാണ്. നമുക്ക് എവിടെ കാണാൻ ചരിത്രത്തിൽ ദാനിയേലിന്റെ പ്രവചനം 5-ാം അധ്യായത്തിൽ ബെൽഷസ്സർ ഒരു വലിയൊരു വിരുന്നൊരുക്കുന്നുണ്ട് തന്റെ മഹത്വങ്ങൾക്ക് വേണ്ടി. ആ സമയത്ത് ദേവാലയത്തിൽ നിന്നും അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളി പാത്രങ്ങളിൽ വീഞ്ഞു കുടിച്ചുകൊണ്ട് പൊന്നിന്റെയും വെള്ളിയുടെയും ദൈവങ്ങൾക്ക് അവിടെ സ്തുതി നൽകിയാണ്. നെബൂഖദ്നേസർ രാജാവ് എപ്രകാരമായിരുന്നു? കാരണം നമുക്കറിയാം ദാനിയേലിന്റെ പ്രവചനം 3-ാം അധ്യായത്തിന്റെ സംഭവങ്ങൾക്ക് ശേഷം സത്യദൈവം ആരെന്ന് നെബൂഖദ്നേസർ മനസ്സിലാക്കി. ആ ദൈവത്തിനെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ വരെ നിയമം ഉണ്ടാക്കിയ രാജാവാണ് നെബൂഖദ്നേസർ. പക്ഷേ അതിന് ശേഷം വന്ന രാജാക്കന്മാർ എന്താണ്? ആ സത്യദൈവത്തെ മറന്നു. ദൈവത്തിൽ നിന്ന് നമ്മൾ അകലുമ്പോൾ, ദൈവത്തിൽ നിന്ന് നമ്മൾ മറന്നു പോകുമ്പോൾ നമ്മുടെ ശക്തി ക്ഷയിക്കും. നമ്മൾ എന്ത് ചെയ്യും? ബാക്കിയുള്ളവർക്ക് നമ്മൾ ആക്രമിക്കാൻ എളുപ്പമാവും. അത് തന്നെയാണ് ഈ സാമ്രാജ്യം സംഭവിച്ചത്. അത് 2 കാലിൽ നിൽക്കുന്നത് അസാധാരണമാണ്. അതിന് ഒരു 4 കാലിൽ നിൽക്കുന്ന മൃഗത്തിന് 2 കാലിൽ നിൽക്കുമ്പോൾ ബാലൻസ് കിട്ടും, ഇല്ല. അപ്പൊ അത് എളുപ്പത്തിൽ വീഴാൻ പറ്റുന്നതാണ്. അതേപോലെ അതിന് മാനുഷ്യ ഹൃദയം കൊടുക്കുന്നു. ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ വീക്ക്നെസ്, ഒരു സിംഹം എന്ന ഒരു മൃഗത്തിൽ നിന്നും ഒരു മനുഷ്യന്റെ ശക്തിയിലേക്ക് അത് മാറുകയാണ്. ഈ നെബൂഖദ്നേസർ വെച്ച് നോക്കുമ്പോൾ ആ നെബൂഖദ്നേസറിന്റെ കീഴിൽ ബാബിലോൺ ഏറ്റവും ഉന്നതിയിൽ പോയതാണ്. പക്ഷേ ബെൽഷസ്സർ വന്ന സമയത്ത് അത് അപ്രകാരമല്ല. പിന്നെ ബാബിലോണിന്റെ ചില തെറ്റുകൾ ദൈവത്തെ മറക്കുക മാത്രമല്ല, അവരെന്ത് ചെയ്യും? ജനത്തെ അടിച്ചമർത്തുന്നവരാണ്, ക്രൂവൽ ഒപ്രസസ് ആയിട്ട് മാറി. ഇസ്രായേൽ ഇപ്രകാരം ചെയ്തതുകൊണ്ടാണ് എസെക്കിയേലിന്റെ പ്രവചനം 34-ാം അധ്യായം 3 മുതൽ 4 വാക്യം നമ്മൾ വായിച്ചു നോക്കിയാൽ അവിടെ കാണാം ഇസ്രായേൽ ജനം ഇത് തന്നെ ചെയ്തു. അതുകൊണ്ടാണ് ദൈവം ശിക്ഷ വരുന്നത്. അപ്പോൾ ബാബിലോൺ ദൈവം കൊണ്ടുവന്ന ഇസ്രായേൽ ജനത്തെ ശിക്ഷിക്കാൻ കൊണ്ടുവന്ന അതേ രാജ്യം അതേ കാര്യം തന്നെ വീണ്ടും ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ ശിക്ഷ വരികയാണ്. വളരെ ഒരു ഇമ്പോർട്ടൻ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ് ജോണത്തൻ തന്നത്. അടുത്ത ബീസ്റ്റിലേക്ക് പോകണമെന്നുണ്ട്. അതൊരു കരടിയാണെന്ന് പറയുന്നു. 3 വാരിയല്ലുകൾ വായിലുണ്ടായിരുന്നു. അത് ഡിവോർഡ് മച്ച് ഫ്ലഷ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് ഓഫ് കോഴ്സ് ഏത് കിങ്ഡം ആണെന്ന് നമുക്കറിയാം. എന്താണ് എക്സ്ട്രാ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്? ബാബിലോണിന് ശേഷം വന്ന സാമ്രാജ്യം മേദോ-പേർഷ്യ സാമ്രാജ്യമാണെന്ന് നമുക്കറിയാം. അതെ. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചുകൂടെ വിവരണം ഇവിടെ 7-ാമത്തെ അധ്യായത്തിൽ നൽകുകയാണ്. അപ്പോൾ ഇവിടെ ഒരു കരടി അതിൻ്റെ വായിൽ 3 വാരിയിൽ കടിച്ചു പിടിച്ച് വരികയാണ്. അപ്പോൾ നേരത്തെ ബ്രദർ ജേക്കബ് പറഞ്ഞ പോലെ അതെന്തോ കഴിച്ചിട്ട് അല്ലെങ്കിൽ വേട്ടയാടിയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ 3 വാരിയലെന്ന് പറയുമ്പോൾ പ്രധാനമായും മേദോ-പേർഷ്യ സാമ്രാജ്യം നടത്തിയ 3 അധിനിവേശം അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ലിദിയ, ഒന്ന് ബാബിലോൺ, മറ്റൊന്ന് ഈജിപ്റ്റാണ്. 547 BC ലിദിയ, ബാബിലോൺ 539 BC, അതുപോലെ 568 BC ഈജിപ്റ്റിനെ കീഴടക്കുന്നത്. അപ്പോൾ ഈ 3 അധിനിവേശത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ അത് ശ്രദ്ധിച്ചാൽ നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാകും. അതിൻ്റെ ഒരു പാർശ്വം ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ മേദോ-പേർഷ്യ എന്ന് പറയുന്നത് തന്നെ ഒരു കൂട്ടു സാമ്രാജ്യമാണ്. മേദിയനും പേർഷ്യനും കൂടെ ചേർന്നിട്ടുള്ള ഒരു കൂട്ടു സാമ്രാജ്യമാണ്. അപ്പോൾ ബാബിലോണിനെ കീഴ്പ്പെടുത്തിയതും ഇവർ തന്നെയാണ്. കോരശായിരുന്നു പേർഷ്യക്കാരുടെ നേതാവെങ്കിൽ ദാരിവേശായിരുന്നു മേദിയരുടെ രാജാവ്. അങ്ങനെ ഒരു കോലീഷൻ ഗവൺമെൻറ്റാണ് അല്ലെങ്കിൽ ഒരു കിങ്ഡമാണ് വന്ന് ആക്രമിക്കുന്നത്. പക്ഷേ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോഴത്തേക്ക് മേദിയരുടെ ശക്തി പിന്നീട് കുറഞ്ഞു വരുന്നതായിട്ട് കാണും. പാർസ്യരുടെ ശക്തിയാണ് പിന്നീട് ഭയങ്കരമായിട്ട് ശക്തിപ്പെടുവാനായിട്ട് തുടങ്ങി. പിന്നെ ചരിത്രത്തിൽ എഴുതി വെച്ചതെല്ലാം പാർസ്യരുടെ പേരുകളാണ്. പിന്നെ വന്ന രാജാക്കന്മാരെല്ലാം പാർസി രാജാക്കന്മാരായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു അധിനിവേശത്തെ കുറിച്ചാണ് കൂടുതൽ. അതിൻ്റെ മാംസം ഭക്ഷിച്ചു എന്ന് പറയുന്നത് കൂടുതൽ അതിനെ അധിനിവേശം യുദ്ധങ്ങൾ ചെയ്തു എന്നതിനാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ ജേക്കബ്, നമ്മൾ 3-ാമത്തെ ബീസ്റ്റിലേക്ക് വരുന്നു. അപ്പം അതിൻ്റെ ഒരു ആദ്യത്തെ ഭാഗത്തിൽ നേരത്തെ ബാബിലോണിന് കണ്ട പോലെ 2 ചിറകല്ല, 4 ചിറകുകളുണ്ട്. അതുപോലെ തന്നെ ഒരു ലെപ്പേർഡായിട്ടാണ് കാണുന്നത്. 4 ചിറകുകളുള്ള ഒരു ലെപ്പേർഡ്. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു ചിറക് അതിൻ്റെ വേഗതയെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡബിൾ എൻജിൻ പിടിപ്പിച്ച പോലെ 4 ചിറകാകുമ്പോഴത്തേക്ക്, അതായത് ബാബിലോണിൻ്റെ ഇരട്ടി വേഗത ഉള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്.
അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വളരെ ശരിയാണ്. ഈ ഗ്രീസ് അല്ലെ യവനരുടെ ആദ്യത്തെ രാജാവ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്, എല്ലാവർക്കും അറിയാം അല്ലേ. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് വിളിക്കാൻ കാരണം വെറും 11 വർഷം കൊണ്ടാണ് ഈ കണ്ട ലോകമൊക്കെ അവൻ പിടിച്ചെടുത്തത്. വെറും 11 വർഷം. അലക്സാണ്ടർ ഗ്രേറ്റിൻ്റെ സാമ്രാജ്യം എന്ന് പറയുമ്പോൾ 3000 മൈല് വീതിയാണ്. ഇന്ന് പോലും അങ്ങനത്തെ ഒരു രാജ്യത്തെ നമുക്ക് പാടാം കണ്ടുപിടിക്കാൻ. അപ്പോൾ അത്രയും വലിയ ഇത് വെറും കുതിരപ്പുറത്ത് പോയി പിടിച്ചെന്ന് പറയുമ്പോൾ എന്തൊരു സാമ്രാജ്യമാണ് അത്. ശരിക്കും ഒരു ലെപ്പേർഡ് വിത്ത് 4 വിങ്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അത് മാത്രമല്ല, നമ്മൾ നോക്കുമ്പോൾ ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഒത്തിരി സ്ഥലങ്ങളിൽ പിടിച്ചെടുത്തു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അലക്സാണ്ടർ ദ ഗ്രേറ്റ് പേർഷ്യൻ എംപയറിൻ്റെ യുദ്ധം ചെയ്തു, ഏഷ്യ മൈനറിൽ യുദ്ധം ചെയ്തു, സിറിയ, ഫിനീഷ്യ, ഈജിപ്തിൽ യുദ്ധം ചെയ്തു, മെസപ്പൊട്ടേമിയ, സെൻട്രൽ ഏഷ്യ എല്ലായിടത്തും പിടിച്ചു. ഇന്ത്യയുടെ അറ്റം വരെ വന്നു. അതായത് അങ്ങ് ഈജിപ്റ്റ് മുതൽ ഇങ്ങ് ഇൻഡസ് റിവർ വരെ വീതിച്ച് കിടന്ന സ്ഥലമാണ്. ഈ 4 തല സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ അങ്ങനെ ഒരു സിമ്പിൾ ഉണ്ടെന്ന് കൂടെ എടുത്ത് പറയുകയാണ്. അതെ, ശരിയാണ്. നമുക്ക് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇതിൻ്റെ അടുത്ത ഫീച്ചറിനെ കുറിച്ച് ചർച്ച ചെയ്യാം. വെൽക്കം ബാക്ക്. നമുക്ക് ചർച്ച തുടരാം. നമ്മളപ്പോൾ ഈ ലെപ്പേർഡ് എന്നുള്ള ബീസ്റ്റിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചിറകുകളുടെ കാര്യമൊക്കെ ജേക്കബ് പറഞ്ഞു. ജോണതൻ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പ്രത്യേക ഇമേജറിയാണ്. 4 തലകളുള്ള ഒരു ലെപ്പേർഡായിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ ഹിന്ദു പുരാണത്തിലൊക്കെ കാണുന്ന പോലെ മൾട്ടിപ്പിൾ ഹെഡ്സ്. ഓക്കെ, എന്താണിത് കാണിക്കുന്നത് ഈ 4 തലകൾ? നമുക്കത് വായിക്കാൻ സാധിക്കുന്നത് ദാനിയേലിന്റെ പ്രവചനം 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു, അതിന് ആധിപത്യം ലഭിച്ചു. ഈ മൃഗത്തിന് ആദ്യമേ തന്നെ 4 തലയില്ലായിരുന്നു. അത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 8-ാം അധ്യായം കൂട്ടി വായിക്കുന്ന 2-ാം അധ്യായം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാരണം ആദ്യം അങ്ങനെയല്ല. പക്ഷെ ഇതിന് എന്ത് ചെയ്യുന്നു, 4 തലയുള്ളത് കാണിക്കുന്നത് ചരിത്രം പറയുന്നത് അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്ന സമയത്ത് തന്റെ കിരീടം നേടാനുള്ള ഒരു അവകാശി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ പാതി സഹോദരനായ ഫിലിപ്പിന്റെ മകനുമായ അലക്സാണ്ടർ ആയിരുന്നു ആ സാമ്രാജ്യം ഭരിച്ചിരുന്നത്. അവർ നല്ല ഭരണകർത്താക്കളല്ലായിരുന്നു. പക്ഷെ അവർ എന്ത് ചെയ്തു, ഈ രാജ്യത്തെ ചെറിയ ചെറിയ പ്രവിശ്യയായിട്ട് അല്ലെങ്കിൽ പ്രോവിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ പ്രോവിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത ശേഷം അതിന് ഓരോരുത്തർക്കും സത്രപ് എന്ന് പറയുന്ന ഒരു അധികാരിയും ആക്കി വെച്ചു. പിന്നെ എന്ത് ചെയ്തു, ഒരു 12 വർഷത്തെ ഒരു വിപ്ലവമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ ഈ 12 വർഷ സമയത്ത് ഈ ഫിലിപ്പിന്റെ മകനെ അലക്സാണ്ടറിനെയും കൊന്നുകളയുന്നു. അതിനുശേഷം ആന്റിഗോണസ് 306-ൽ ഭരണമേൽക്കുന്നു. ഈ ഭരണമേറ്റ സമയത്ത് 4 ജനറൽസ്, ഈ സത്രപമാരിൽ 4 പേര് എന്ത് ചെയ്തു, ഇത് ഇഷ്ടപ്പെടാതെ അവർ തന്നെ അവരുടെ പ്രൊവിൻസിലെ രാജാവായിട്ട് അവർ ഡിക്ലെയർ ചെയ്യണം. അതാണ് ഈ 4 തലകൾ. അവരുടെ പേര് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നു. ലൈസിമാക്കസ്, കസാൻഡർ, ടോളിമി, സെലിക്കസ്. അവർ ഭരിച്ചിരുന്ന വർഷം എന്ന് പറയുന്നത് 331 മുതൽ 168 BC വരെയാണ്. അപ്പോൾ ഇനി അവരുടെ പ്രവേശം എങ്ങനെ നോക്കാം. നോർത്ത് വശത്ത് അല്ലെങ്കിൽ വടക്കേ വശത്താണ് ലൈസിമാക്കസ് ഭരിച്ചിരുന്നത്. അവർ ഭരിച്ചിരുന്നത് ത്രേസ്, ബിത്തേനിയ, അതേപോലെ ഏഷ്യ മൈനറിലെ ചെറിയ ഏരിയസ് ആണ്. പിന്നെ ഉള്ളത് സൗത്തിലാണ്. അത് തെക്കേ ദേശത്ത് ടോളമിയാണ്. ടോളമി ഭരിച്ചിരുന്നത് മിസ്രൈമാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈജിപ്ത് ആണ്. അതേപോലെ ലിബിയ, അറേബ്യ, പാലസ്തീൻ. അതിനുശേഷം പടിഞ്ഞാറ് വശത്ത് അല്ലെങ്കിൽ വെസ്റ്റിൽ കസാൻഡർ ആണ്. കസാൻഡർ ഭരിച്ചിരുന്നത് മാസിഡോണും ഗ്രീസുമാണ്. അതേപോലെ കിഴക്ക് വശത്ത് അല്ലെങ്കിൽ ഈസ്റ്റില് സെലൂക്കസ് ആണ്. സെലൂക്കസിന് വലിയൊരു സാമ്രാജ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അത് സിറിയ അതിലുണ്ടായിരുന്നു. അതേപോലെ ഇൻഡസ് വരെയുള്ള ഏരിയ അല്ലെങ്കിൽ ഇൻഡസ് നദി വരെയുള്ള ഏരിയ ശരിയായിരുന്നു. നമ്മൾ ഒരു കാര്യം കൊണ്ട് ഓർക്കണം, ഈ 7-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യത്തിൽ എന്താണ് കണ്ടത്, അതിന് ആധിപത്യം ലഭിച്ചു. അപ്പൊ ആധിപത്യം നേടിയെന്നല്ല, ആധിപത്യം ലഭിച്ചു എന്നാണ്. അപ്പൊ ഈ ആധിപത്യം ആരോ കൊടുത്തതാണ്. ആരാ കൊടുത്തത്? ദൈവമാണ്. അത് ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു. രാജാക്കന്മാരെ കയറ്റുന്നതും രാജാക്കന്മാരെ ഇറക്കുന്നതും ദൈവമാണ്. അത് ദൈവമാണ് സകലം. അപ്പൊ നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും നടക്കുന്ന സമയത്ത് ഓർക്കുക, ദൈവത്തിന്റെ കയ്യിൽ എല്ലാത്തിനും നിയന്ത്രണമുണ്ട്. ഇപ്പോൾ ഗ്രീസിന്റെ അലക്സാണ്ടറിന്റെ ഫോളിന് ശേഷം 4 പേര് വരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇപ്പം 4-ാമത്തെ ബീസ്റ്റ്, ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്കിന്ന് കാണാൻ പറ്റാത്ത സ്റ്റൈലിലുള്ളൊരു മൃഗമാണ്. ആദ്യത്തെ 3 മൃഗങ്ങളും നമ്മൾ മോഡേൺ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ മ്യൂട്ടൻസ് ആയിട്ടുള്ള ലയനുണ്ട്, ബെയറുണ്ട്, ലെപ്പേർഡുണ്ട്. 4-ാമത്തെ മൃഗം ഇന്നൊന്നും കാണാൻ കിട്ടാത്ത ഒരു ടൈപ്പായിരുന്നു, ടെറിബിളായിട്ടുള്ളൊരു മൃഗമായിരുന്നു എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ ശരിയാണ് ആ പറഞ്ഞത്. കാരണം ദാനിയേലിന് എന്നെ വിവരിക്കാനായിട്ട് പറ്റുന്നില്ല. മറ്റെല്ലാം സിംഹത്തിനോട് സദൃശ്യമാണ്, കരടിയുണ്ട്, സദൃശ്യമാണ്. അപ്പോൾ പുള്ളിപ്പുലിക്ക് സദൃശ്യമാണ്, ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും
ഇവിടെ വരുമ്പോൾ ഘോരവും ഭയങ്കരവും എന്നേ പറയുന്നുള്ളൂ. കാരണം അതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. അതുമാത്രം ഘോരവും ഭയങ്കരവും എന്ന് പറയുന്ന ആ ഒരു വിശേഷണം നമ്മൾ മനസ്സിലാക്കുന്നത് അത് ഒരു വളരെ ക്രൂരമായിട്ടുള്ളൊരു മൃഗമാണ്. ഇതുവരെ കണ്ടിട്ടുള്ളതിലേക്കാട്ടും വളരെ ക്രൂരമായിട്ടുള്ളൊരു മൃഗമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ദാനിയേൽ 2-ാമത്തെ അധ്യായം പഠിച്ചപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു ഗ്രീഷ്യ അല്ലെങ്കിൽ ഗ്രീസിന് ശേഷം വന്ന യവന സാമ്രാജ്യത്തിന് ശേഷം വന്ന റോമൻ സാമ്രാജ്യമാണെന്ന് കണ്ടു. അപ്പോൾ അത് ഏറ്റവും ദൈർഘ്യമേറിയ ഒരു സാമ്രാജ്യമാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. ഏകദേശം 5 നൂറ്റാണ്ടുകൾ അത് ഭരിച്ചു. അപ്പോൾ വളരെയധികം ശക്തിയേറിയതും ഇരുമ്പ് എങ്ങനെ ശക്തിയാണ് അതുപോലത്തെ ശക്തിയാണ്. ഇവിടെ ഒരു വിവരണം കൊടുക്കുന്നുണ്ട്, അതിന് ഇരുമ്പ് പല്ലുകളുണ്ടായിരുന്നു. അപ്പോൾ ദാനിയേൽ 2-ൽ കാണുന്ന ഇരുമ്പ് കാലാണെങ്കിൽ ഇവിടെ ഇരുമ്പ് പല്ലുകളുണ്ടായിരുന്നു. അപ്പോൾ അത്രയധികം ശക്തിയോടെ അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന പല്ലുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് അവരുടെ സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. അവരെവിടെയൊക്കെ പോയോ അവർ നശിപ്പിച്ച് അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെ കീഴടക്കി അവരുടെ ക്രൂരത കാണിച്ചുകൊണ്ടിരുന്നു എന്നതാണ് സത്യം. നമ്മളെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഈ ഘോരവും ഭയങ്കരമായിട്ടുള്ള മൃഗത്തെ കാണുമ്പോൾ ഇങ്ങനെയുള്ളൊരു വിവരണം പറയുന്നത്. അതെ അതെ. അപ്പോൾ ജേക്കബ്, ഇതിന് ഇനിയും കുറച്ചും കൂടെ വിവരണങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇറ്റ് ബ്രേക്ക് ഇൻ ടു പീസസ്, അതുപോലെ തന്നെ റെസിഡ്യൂവിനെ സ്റ്റാമ്പ് ചെയ്ത് ചവിട്ടി മെതിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ശരിക്കും എന്താണ് ഈ റോമൻ സാമ്രാജ്യത്തിൽ എന്ത് സംഭവിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വിവരം ദൈവം കൊടുക്കുന്നത്? എല്ലാത്തിനെയും തച്ചുടയ്ക്കുകയും ബാക്കിയുള്ളതിനെ ചവിട്ടി മെതിക്കുകയും ചെയ്യുന്നത് അല്ലേ? അത് വളരെ ശരിയാണ്. നമ്മൾ ഈ പ്രിൻസ് ബ്രദർ പറഞ്ഞ പോലെ ഈ റോമൻ ചരിത്രം നോക്കുമ്പോൾ അവരുടെ ഒരു സ്വഭാവം വ്യക്തമായിട്ടാണ് ഇവിടെ പ്രവചനത്തിൽ മുൻകൂട്ടി പറയുന്നത്. ഇപ്പോൾ ഞാനൊരു 1-2 ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ പണ്ടൊരിക്കൽ കാർത്തേജ് എന്ന് പറഞ്ഞൊരു പണ്ട് കാലത്തെ ഒരു വളരെ ഫേമസ് ഫൊണീഷ്യൻ സിറ്റിയാണ്. അത് ഇന്നത്തെ മോഡേൺ ഡേ ടുണീഷ്യയുടെ അവിടെ ആയിട്ട് വരും. അതൊരു വളരെ പ്രോമിനൻറ്റ് എക്കണോമി, ട്രേഡ്, പോർട്ട് സിറ്റിയാണ്. അപ്പോൾ ഈ കാർത്തേജിനെ ഇവർ പിടിച്ചെടുത്തപ്പോഴേ അവർ വെറുതെ ഒരു പിടിച്ചെടുക്കുകയല്ല ചെയ്യണത്. ഈ പട്ടണത്തെ പിന്നീട് അവർ ദ സിറ്റി വാസ് റേസ്ഡ് എന്ന് എഴുതിയേക്കണം. റേസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൂത്ത് വടിച്ച് കളയാണ്. അതുപോലെ തന്നെ എല്ലാവരെയും പിടിച്ച് സ്ലേവ്സ് ആക്കി. പിന്നീട് അവർക്ക് അവിടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള ഇതല്ല കൊടുക്കണത്. ഇപ്പം നമ്മൾ ഈ നേരത്തെ ഭരണാധികാരികളെ കുറിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സൈറസ്, കോരസ് എന്ന് പറഞ്ഞ ഭരണാധികാരിയൊക്കെ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ മീഡോ പേർഷ്യൻ കിങ്, അദ്ദേഹത്തിൻ്റെ കീഴിൽ അവർക്ക് അവരുടെ മതത്തിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. അദ്ദേഹം ആ പിടിച്ചെടുത്തത് എടുത്തുന്ന തന്നെ ആൾക്കാരെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആക്കും. ഇപ്പോൾ ദാനിയേലിനൊക്കെ അങ്ങനെയാണ് റോള് കിട്ടിയത്. അതുപോലെ തന്നെ അദ്ദേഹം അവിടെ ഉള്ളവർക്ക് അവരുടെ പല രീതിയിൽ അവർക്ക് എക്കണോമി നടത്താനും ഒക്കെ ഉള്ള ഫ്രീഡം കൊടുക്കും. പക്ഷെ റോമിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ല. റോം ആ പ്രദേശം ഇല്ലാണ്ടാക്കി, ആ കൾച്ചർ ഇല്ലാണ്ടാക്കി, എല്ലാം നശിപ്പിക്കുക എന്നുള്ളൊരു ചിന്തയില്ല. വേറൊരു ഉദാഹരണം നമുക്ക് എല്ലാവർക്കും ഫേമസ്, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്കറിയാം, ജെറുസലേം നശിപ്പിച്ചത് റോമാക്കാരാണ്, അവിടുത്തെ ദേവാലയം. അപ്പോൾ അതിൻ്റെ അകത്ത് ചില ഫാക്ട്സ് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. അതായത് ജെറുസലേമിലെ 2-ാം ദേവാലയമാണ് നശിപ്പിച്ചത്. അപ്പോൾ അന്ന് ഇവർ ചെയ്തൊരു കാര്യം ഓരോന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വിഷമം തന്നെ വരും. ഇവരാദ്യം ഒരു സീജ് വെച്ച്, അതായത് വളഞ്ഞ് ഉപരോധിച്ച് മാസങ്ങളോളം ഉപരോധിക്കുക. അങ്ങോട്ടുള്ള ഫുഡ് സപ്ലൈ, മറ്റ് എസെൻഷ്യൽസ് എല്ലാ സപ്ലൈയും കട്ട് ഓഫ് ചെയ്യുക. അവിടുത്തെ ആൾക്കാർ വിശന്ന് ലെതറിനെ വരെ കഴിച്ചു എന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. അതായത് വിശന്നിട്ട് നമുക്കൊന്നുമില്ല, നമ്മുടെ കൈ കിട്ടിയ പേഴ്സും ചെരുപ്പും കുട്ടികളെ കൊന്നു അതുപോലെ പട്ടിണിയാക്കി കളഞ്ഞു. അത്ര ക്രൂരമായിട്ടൊരു ലോകരാഷ്ട്രത്തെ അതിനു മുമ്പ് കാണുന്നില്ല. അതായത് ദാനിയേലിനെ ഘോരവും ഭയങ്കരമായുള്ള മൃഗമായിട്ടാണ് ദൈവം കാണിക്കുന്നത്. ഇതിൽ വേറൊരു അതിൻ്റെ അകത്ത് നമ്മൾ ചരിത്രം നോക്കുമ്പോഴേ 11 ലക്ഷം ആൾക്കാരെ അന്നത്തെ യുദ്ധത്തിൽ കൊന്നത്, 1-2 അല്ല, 11 ലക്ഷം പേരെ കൊന്നു. ദേവാലയത്തെ നശിപ്പിച്ചു, അവിടെ തീയിട്ടു. ഇൻഫാക്ട് ദേവാലയത്തെ നശിപ്പിക്കലെന്നൊരു ഓർഡർ ഉണ്ടായിരുന്നു. അവസാനം ഇവിടെ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും മൊത്തം നശിച്ചു പോയി. അതുമാത്രമല്ല, ഈ പട്ടണത്തെ പിടിക്കുന്നതിൻ്റെ ആ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് പട്ടണം മുഴുവൻ ഡെമോളിഷ് ചെയ്യുക. ഇപ്പം നമ്മൾ ഈ ഒരു പഴയ കെട്ടിടത്തെ നമ്മൾ ഡെമോളിഷ് ചെയ്ത് കളയില്ല, ഇനി പുതിയ കെട്ടിടം പണിയാണ്. അതുപോലെ ആരെങ്കിലും ഇപ്പോൾ വെറുതെ കാണുന്ന ബിൽഡിങ്സിനൊക്കെ നശിപ്പിക്കും, പിടിച്ചെടുത്താൽ പോരെ, ബിൽഡിങ് പിന്നെ ഉപയോഗിക്കാം. ഇവരങ്ങനെയല്ല, ആ ബിൽഡിങ്ങുകളൊക്കെ ഡെമോളിഷ് ചെയ്ത് പട്ടണം മൊത്തം തീയിടും. അങ്ങനെ ഈ അന്നത്തെ ജെറുസലേമിനെ പിടിച്ചപ്പോൾ ചെയ്തത് എല്ലാവരെയും പിടിച്ച് സ്ലേവ്സ് ആക്കി ഇവരെ സൈക്കോളജിക്കലിയും മെന്റലിയും ബ്രേക്ക് ഡൗൺ ചെയ്യും. കാരണം ഇനിയും ആരും ഇവർക്കെതിരെ റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ പാടില്ല. സാറിന് പിടിച്ചെടുക്കുന്ന രാജ്യങ്ങളിൽ നിന്നും റെസിസ്റ്റൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഇങ്ങനത്തെ രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഭയങ്കര ഒരു കിങ്ഡം തന്നെയാണ്. നമ്മൾ 4 ബീസിനെ കുറിച്ച് ചർച്ച ചെയ്തു. ആക്ച്വലി ഇതിപ്പോൾ നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ പഠിച്ചതിനേക്കാൾ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയതായിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ളത് നമ്മൾ ഇതിനു മുമ്പ് ഒരിക്കലും കേൾക്കാത്ത കുറേ പ്രോഫസിനെ കുറിച്ചാണ് നെക്സ്റ്റ് എപ്പിസോഡ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ
നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് കടന്നു വരാം. ഈ ചർച്ചയിൽ പങ്കെടുത്തതിനും ഇത്രയും നല്ല ഒപ്പീനിയൻസ് തന്നതിനും നന്ദി.